ആഴ്ചകൾ കഴിഞ്ഞാൽ മണൽ തരികളും മണൽ കൂനകളും പരിശുദ്ധമായ ഹറമിന്റെ ചുറ്റുമുള്ള മലകളും ആ മലകൾക്ക് മുകളിലും ലക്ഷക്കണക്കിന് ഹാജിമാർ തൽബിയത്തിന്റെ മന്ത്രങ്ങൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. തൽബിയത്തിന്റെ മന്ത്രോച്ചാരണങ്ങൾ കേൾക്കാൻ സമയമായി. നാഥനായ അല്ലാഹു നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്? പടച്ച റബ്ബേ, നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു അല്ലാഹ്. ലബ്ബൈക്, നീ വിളിച്ചു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, റബ്ബേ വിളിച്ചത് നീയാ. നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഞാനിതാ നിന്റെ ഹറമുകൊള്ളേ എത്തിയിരിക്കുകയാണ്. റബ്ബേ, നീയാണ് വിളിച്ചത്, വേറെ ആരുമല്ല വിളിച്ചത്. മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് പരിശുദ്ധമായ കഅബാലയം വാപ്പയും മകനും കൂടി പുനർനിർമ്മിച്ച ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബത്തിന്റെ ചാരത്തു നിന്ന് വാപ്പ ദുആയിരുന്നു, മകൻ ആമീൻ പറഞ്ഞു. റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവനെ, കഅബ നിന്റേതാണ്, അത് പുനർനിർമ്മിക്കാൻ പറഞ്ഞത് നീയാണ്. ഞങ്ങളാൽ കഴിയും വണ്ണം അത് പുനർനിർമ്മിച്ചിട്ടുണ്ട്, നീ അത് സ്വീകരിക്കണമേ അല്ലാഹ്. ഏത് അമല് ചെയ്താലും അതിന്റെ അവസാനം ഈ ദുആ ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് അമല് ചെയ്താലും നിങ്ങൾ കേൾക്കുന്നില്ലേ? എല്ലാ നിസ്കാരത്തിന്റെയും പിറകെ മറന്നു പോകാതെ തന്നെ ഈ രണ്ട് ദുആ ഏത്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ. ശേഷം അല്ലാഹു ജല്ല ജലാലു അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിയോട് പറഞ്ഞു, വഅദ്ദിം ഫിന്നാസ് വഅദ്ദിം الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. പ്രവാചകരെ വിളിക്കൂ, ലോകത്തെ നോക്കി, ലോകത്തോട് നോക്കി, ലോക ജനതയോട് നോക്കി, വിശ്വാസികളെ നോക്കി, പ്രവാചകരെ, നിങ്ങൾ ജബൽ അബീ ഖുബൈസ്, കഅബാലയത്തിന്റെ തൊട്ടപ്പുറത്ത് ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന വലിയ പർവ്വതമാണ് ജബൽ അബീ ഖുബൈസ്. ആ ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറി നിന്നിട്ട് എന്റെ കഅബങ്കൊള്ള ഹജ്ജിനായി വരാൻ, എന്റെ കഅബങ്കൊള്ളെ ഹജ്ജ് നിർവഹിക്കാനായി വരാം നിങ്ങൾ വിളിക്കൂ നബിയേ. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലാ. ഇബ്രാഹിം നബിയെ, നിങ്ങൾ ഹജ്ജിന് വിളിക്കൂ ജനങ്ങളെ. ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറി വിളിക്കൂ. അങ്ങനെ നിങ്ങൾ വിളിച്ചാൽ ആ വിളി കേട്ടിട്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള വിശ്വാസികള് അവർ കാൽനടയായി നടന്ന് അതേപോലെ മലമ്പാതകൾ താണ്ടി, മലഞ്ചെരുവുകൾ താണ്ടി പ്രവാചകരെ എനിക്കായി ഹജ്ജ് ചെയ്യാൻ അവരെത്തുന്നതാ. ഇമാം
ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ലോക പ്രശസ്തനായ ഖുർആൻ വ്യാഖ്യാതാവ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, ലമ്മാ ഫറഗ ഇബ്രാഹിം അലൈഹിസ്സലാം മിൻ ബിനാഇൽ ബൈത്ത്, കഅബ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, അദ്ദിം ബിന്നാസ്, എന്റെ കഅബകൾ ഹജ്ജ് ചെയ്യാൻ വരാൻ ജനങ്ങളെ വിളിക്കൂ ഖലീലുള്ളാഹേ. ഫഖാല ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജിബ്രീൽ വന്നിത് പറഞ്ഞു കൊടുത്തപ്പോ തിരികെ അല്ലാഹുവോട് ചോദിച്ചു, യാ റബ്ബി വമാ യബ്ലുഗു സൗതി, ഞാൻ കേവലം ഒരു മനുഷ്യനല്ലേ അല്ലാഹ്, പ്രവാചകനാണ്, പക്ഷേ ഞാൻ മനുഷ്യനല്ലേ, കേവലം ഒരു മനുഷ്യനായ എനിക്ക് എത്ര ശബ്ദമാണ് അല്ലാ ഈ ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഞാൻ ജനങ്ങളെ നോക്കി, ലോകത്തിന്റെ അഷ്ടദിക്കിലുള്ള ജനങ്ങളെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചാൽ എന്റെ ചെറിയ ശബ്ദം എങ്ങനെയാണ് ലോകത്തിന്റെ അങ്ങേയറ്റത്തുള്ള ആളുകൾ കേൾക്കുക അല്ലാ. അപ്പൊ അല്ലാഹ് പറഞ്ഞു, അദ്ദിൻ യാ ഇബ്രാഹിം, വിളിക്കാനല്ലേ പറഞ്ഞോളൂ, വഅലയ്യൽ ഇബ്ലാഗ്, നീ വിളിച്ച വിളി കേൾപ്പിക്കുന്നത് നീയല്ല, അല്ലാഹയായ ഞാനാ. വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കണം, അത് ഖലീലുള്ളാഹിക്ക് അറിയാം. നമ്രൂദ് ഒരുക്കിയ തീക്കുണ്ടാരത്തിൽ നമ്രൂദ് എടുത്തെറിഞ്ഞപ്പോ ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ ദിവസങ്ങളോളം ആ തീക്കുണ്ടാരത്തിൽ ഇബ്രാഹിം നബി കഴിഞ്ഞുവെങ്കിൽ തീയിന്റെ സ്വഭാവം എന്താണ്? കരിക്കലാണ്. ഇബ്രാഹിം നബിയെ തൊട്ടോ? കാരണം അല്ലാഹ് പറഞ്ഞു തൊടരുത്. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, എന്റെ തനിക്കോണം ഇബ്രാഹിമിനോട് വേണ്ട, ഇപ്പോൾ നീ തണുപ്പും രക്ഷയുമായാ മതി, നീ കരിക്കാൻ നിൽക്കണ്ട. കരിച്ചോ? കരിഞ്ഞോ? ഇബ്രാഹിം നബിയുടെ ഒരു രോമത്തിന് വിറലേറ്റോ? അപ്പൊ തീന് കരിക്കാനുള്ള ശക്തി കൊടുക്കുന്നത്, വിളിച്ചാൽ വിളി കേൾക്കാനുള്ള എല്ലാ പവറും കൊടുക്കുന്നത് മകൻ ഇസ്മായിൽ നബിയുടെ കണ്ടനാളത്തിൽ കത്തിവെച്ചു. ആര്? അല്ലാഹുവിന്റെ ഖലീൽ. മുറിഞ്ഞോ? കത്തിയുടെ സ്വഭാവം എന്താണ്? എന്ത് കിട്ടിയാലും അത് മുറിക്കുമല്ലേ? മൂർച്ച പോരാഞ്ഞിട്ട് പിന്നെയും മൂർച്ചയിട്ട് വെച്ചു. മുറിഞ്ഞില്ല. കാരണോ മൂർച്ച എത്ര ഉണ്ടായാലോ ഒരു വസ്തുവിനെ മുറിക്കാൻ കഴിവ് കൊടുക്കുന്നത് അല്ലാഹയാണ്. ഇവിടെയും അല്ലാഹ് പറഞ്ഞു, വിളിക്കാനല്ലേ പറഞ്ഞോളൂ, വിളിച്ചാ മതി, മറുത്തൊന്നും ചോദിക്കണ്ട, കേൾപ്പിക്കുന്നത് ഞാനല്ലേ. ഫസഅദ ഇബ്രാഹീം ഖലീലുള്ളാഹ്, അല്ലാഹുവിന്റെ ഖലീൽ അങ്ങനെ ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറുന്നു. എത്രമാത്രം ശബ്ദമെടുക്കാമോ ഒച്ചത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് അമറകും ബിഹജ്ജിൽ ബൈത്ത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബം കൊള്ളെ ഹജ്ജിന് വരാൻ, ഉംറയ്ക്ക് വരാൻ, ഹജ്ജിന് വരാൻ അല്ലാഹ് എന്നോട് പറഞ്ഞു. അതനുസരിച്ചു ഞാൻ വിളിക്കുകയാണ്. എന്തിനാ? യുസീബകും ബിഹിൽ ജന്ന വയുജീറകും മിൻ അദാബിന്നാർ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകാൻ, നിങ്ങളെ നരകത്തിൽ നിന്ന് അല്ലാഹുവിനെ മോചിപ്പിക്കാൻ സയ്യിദുനാ വ നബിയുനാ വ ഹബീബുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫഅജാബഹു മൻ കാന ഫീ അസ്ലാബിർ റിജാൽ വ അർഹാമിൻ നിസാ. ഞാൻ വിളിക്കാൻ കേൾക്കൂന്ന് ചോദിച്ചല്ലോ, ആരൊക്കെ കേട്ടെന്നറിയാമോ? ഫഅജാബഹു, ആ വിളിക്ക് ഉത്തരം കൊടുത്തു ആരെല്ലാം? മൻ കാന ഫീ അസ്ലാബിർ റിജാൽ,
ജനിക്കാനിരിക്കുന്ന വാപ്പമാരുടെ മുതുകിൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ എത്തിയിട്ടില്ല, വാപ്പയുടെ മുതുകിലാണുള്ളത്. അവരും കേട്ടു ഉമ്മയുടെ ഗർഭാശയത്തിൽ എത്തിയവർ വരെ, ലോകത്തുള്ള അഷ്ടദിക്കിലുള്ള ജനങ്ങൾ മുഴുവനോ, ജനിക്കാനിരിക്കുന്നവരും ജനിച്ചവരുമെല്ലാം ആ വിളിക്ക് ഉത്തരം ചെയ്തു, കേട്ടു. എങ്ങനെ ജാബ മറത്തം ഫമറ വഇൻ അജാബ മറതൈനി ഫമറതൈൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജിന് വേണ്ടി വിളിച്ചു, ജനങ്ങളെ നിങ്ങൾ ഹജ്ജിന് വരൂ എന്ന് പറഞ്ഞപ്പോ ആ വിളി കേട്ടിട്ട് ഉത്തരം കൊടുത്തവരുണ്ട്. ഒരു തവണ ഉത്തരം കൊടുത്തവരുണ്ട്, 2 തവണ ഉത്തരം കൊടുത്തവരുണ്ട്, 3 തവണ ഉത്തരം കൊടുത്തവരുണ്ട്. ലബ്ബൈക് ലബ്ബൈക് ലബ്ബൈക്, ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു. ഒരു തവണ ലബ്ബൈക് എന്നുത്തരം കൊടുത്തവർ 1 തവണ പരിശുദ്ധമായ ഹറമിൽ ഹജ്ജിനെത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. രണ്ടോ അതിലധികമോ തവണ ലബ്ബൈക് 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 ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര തവണ ഉത്തരം കൊടുത്തു അത്രയും തവണ പരിശുദ്ധമായ ഹറമിൽ ഹജ്ജിനായി എത്തിയേ തീരൂ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. വിളി കേട്ടിട്ടുണ്ടോ, ഉത്തരം കൊടുത്തിട്ടുണ്ടോ, ചെന്നിരിക്കും ഉറപ്പ് സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെ പിന്നെ പണവും മറ്റുമൊന്നും ഒരു മാനദണ്ഡമേ അല്ല, അതൊക്കെ അങ്ങ് വഴിയാമണ്ണം എത്തിക്കൊള്ളും. വിളിക്കുത്തരം കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്തിയിരിക്കും. അതുകൊണ്ട് വിളിച്ചിട്ട് ചെല്ലുന്നവരുടെ സൽക്കാരം ചെറുതല്ല. വിളിച്ചിട്ട് ചെന്ന ആളുകളാണ്, വിളിച്ചിട്ട് ചെല്ലുന്നവർക്ക് സൽക്കാരം ചെറുതാവോ? നമ്മളെ വീട്ടിലേക്ക് ഒരാളെ നമ്മൾ അതിഥിയായി കാര്യപ്പെട്ട ആളെ ക്ഷണിച്ചു വരുത്തി സൽക്കരിച്ചാൽ ചെറിയ സൽക്കാരായിരിക്കുമോ? യാദൃശ്ചികമായി വരുന്നത് പോലെ ആയിരിക്കുമല്ലോ. വിളിച്ചിട്ട് അള്ളാഹ് തന്നെ വിളിച്ചിട്ട് വരുത്താണ്, അപ്പൊ പിന്നെ സൽക്കാരം ചെറുതാണോ? അതുകൊണ്ടാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ ഹജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്. അല്ലാഹുവിന്റെ ഹറമുകളുള്ള ഹജ്ജിനായി ഉംറയ്ക്കായി എത്തുന്ന ആളുകൾ, ഹാജിമാർ, ഹജ്ജുമ്മമാർ ആരെന്നറിയുമോ? വഫ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ വിരുന്നുകാരാണെന്ന് മുഹമ്മദ് മുസ്തഫ. അവർ പ്രത്യേകക്കാരാണ്. വിളിച്ചിട്ട് ചെന്ന ആളുകള് അവർക്ക് സൽക്കാരം വലുതാണ്. അല്ലാഹുവിന്റെ സൽക്കാരത്തിലേക്കാണ് അവർ ചെല്ലുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് സൽക്കാരം, ആ സൽക്കാരം ചെറിയ സൽക്കാരമല്ല. പരിശുദ്ധമായ കഅബം കൺകുളിർക്കെ കാണാം, ആ കഅബത്തിന്റെ കിഴക്കേ മൂലയിലുള്ള ഹജറുൽ അസ്വദ് കാണാം, അതുപോലെ ഹിജർ ഇസ്മായിൽ കാണാം, സംസം വെള്ളം കുടിക്കാം കാണാം, സഫാ കുന്ന് കാണാം, മർവ കുന്ന് കാണാം, മിനാ താഴ്വാരത്തിലെത്താം, അറഫ മൈതാനിയിലെത്താം, ജംറാത്തുകൾ കാണാം എന്ന് വേണ്ട. ഇതൊക്കെ സൽക്കാരങ്ങളാണ്. ഇതെല്ലാം സൽക്കാരങ്ങൾ അല്ലാഹു വെച്ചിരിക്കുകയാണ്. ദുനിയാവിൽ മാത്രമല്ല കേട്ടോ, ആഖിറത്തിൽ ചെന്നാലും ഹജ്ജുമായി ബന്ധപ്പെട്ട അമലുകൾ ചെയ്യുന്നവർക്കൊക്കെ അല്ലാഹു വലിയ സൽക്കാരമാണ് അല്ലാഹു ജല്ല ജലാലുഹു വെച്ചിട്ടുള്ളത്. ഹജ്ജിന് മാത്രമല്ല, ലക്ഷക്കണക്കിന് ഹാജിമാർ അല്ലാഹുവിന്റെ ഹറമുകളിലെ സമ്മേളിക്കുമ്പോൾ ആ ഹജ്ജിനും ആ ഹാജിമാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അത് പോകാൻ കഴിയാത്ത ആളുകൾ നാട്ടിലും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദുൽഹജ്ജ 10 അന്ന് ഉദ്ഹിയ്യത്ത് അറുത്ത് കൊടുക്കലും വലിയ പ്രതിഫലമുള്ളതാണ്. മഹാനരായ ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സീമന്ത പുത്രൻ ഇസ്മായിൽ നബിയെ 7, 8, 10 വയസ്സുള്ള പ്രവാചക കുഞ്ഞുമോന്റെ കഴുത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിലായി അറുത്തു കൊടുക്കാൻ പറഞ്ഞപ്പോൾ യാതൊരു മനസ്താപവും കൂടാതെ, അല്ലാ നീയാണ് പറഞ്ഞതെങ്കിൽ മറുത്തൊരു ചോദ്യം ഇബ്രാഹിം നബിക്കില്ല. മകന്റെ കണ്ടനാളത്തിൽ അറുക്കാൻ കത്തിവെച്ചപ്പോഴല്ലേ അല്ലാഹ് പറഞ്ഞത്, വിജയിച്ചു പോയി ഇബ്രാഹിമേ, നിന്നെ ഞാൻ പരീക്ഷിക്കുകയല്ലായിരുന്നു. അറുക്കണ്ട അറുക്കണ്ട, പകരം ഇതാ ജിബ്രീൽ കൊണ്ടുവന്ന ആടിനെ അറുത്തുകൊള്ളൂ. അതാണ്
അതാണ് ഉദ്ഹിയത്ത്. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പരലോക വിചാരണയുടെ നാളിൽ അല്ലാഹു തആല ഈ ഉദ്ഹിയത്ത് എന്ന കർമ്മത്തിൽ പങ്കെടുക്കുന്നവർക്ക് വലിയ സൽക്കാരമാണ് അല്ലാഹു വെച്ചിട്ടുള്ളത്. സൂറത്ത് മറിയമിന്റെ 85-ാമത്തെ ആയത്ത് അലിയാർ തങ്ങൾ ഓതിയിട്ട് പറഞ്ഞു. ഏത് ആയത്താണ്? യൗമ തുഴ്സറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദാ. വിചാരണയുടെ നാളിൽ പരലോകത്ത് മുത്തഖീങ്ങളായ ആളുകളെ, എല്ലാരെയല്ല, മുത്തഖീങ്ങളായ പടച്ചറപ്പിനെ പേടിച്ച് ഉദ്ഹിയത്തൊക്കെ അറുത്തു കൊടുത്ത് ദുൽഹജ്ജ് മാസത്തെ ആദരിച്ച, ഹജ്ജ് ചെയ്ത, ഉംറ ചെയ്ത ആളുകൾ മുഴുവനും അല്ലാഹു പരലോക വിചാരണയുടെ നാളിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നത് എങ്ങനെയാണ്? വഫ്ദാ യൗമ തുഴ്സറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദാ. വിശിഷ്ട അതിഥികളായിട്ടാണ്, അള്ളാന്റെ വിരുന്നുകാരായിട്ടാണ്. ഹജ്ജ് ചെയ്തവരെ, ഹജ്ജിന്റെ അമലുകളിൽ പങ്കെടുത്തവരെ, ദുൽഹിജ്ജ് മാസത്തെ ബഹുമാനിച്ചവരെ, ഉദ്ഹിയത്ത് അറുത്ത് കൊടുത്തവരെ ഒന്നും വേണ്ട, ദുൽഹിജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ അമലുകളും ചെയ്തവർക്ക് പരലോക വിചാരണയുടെ നാളിൽ കൊണ്ടുവരികയെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ആയത്ത് ഓതിയിട്ട് അലിയാർ നിങ്ങൾ പറയാണ്, യൗമ തുഹ്സറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദാ. വഫ്ദാ എന്ന് പറഞ്ഞാൽ വിരുന്നുകാർ, വിശിഷ്ട അതിഥികളായിട്ടാണ് അല്ലാഹു പരലോകത്ത് അവരെ ഹാജരാക്കുക. പക്ഷെ അലിയാർ തങ്ങൾ അവിടെ അതിനർത്ഥം കൊടുത്തു. വഫ്ദാ വിശിഷ്ട അതിഥികൾ എന്ന് പറഞ്ഞാൽ ഐ റുക്ബാന, വലിയ മുന്തിയ തരം മനോഹരമായ വാഹനങ്ങളിൽ, വലിയ മനോഹരമായ പ്രൗഢഗംഭീരമായി അലങ്കരിച്ച വാഹനങ്ങളിലാണ് അവരെ അല്ലാഹു പരലോകത്ത് ഹാജരാക്കുക എന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. വഫ്ദ എന്ന് പറഞ്ഞാൽ റുക്ബാന, നല്ല മനോഹരമായ വാഹനങ്ങളിൽ അല്ലാഹു അവരെ പരലോകത്ത് ഹാജരാക്കുമെന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. പരലോക വിചാരണയുടെ നാളിൽ കേൾക്ക്, പരലോക വിചാരണയുടെ നാളില് ആളുകളെ ഇങ്ങനെ വിചാരണയ്ക്ക് നിർത്തുമ്പോൾ ഒരു കൂട്ടം ആളുകളെ കാണുമ്പോ അല്ലാഹു ജല്ല ജലാലു മലക്കുകളോട് പറയോ, ആ കൂട്ടം ആളുകളെ നടത്തല്ല, ലാ തുംസൂനഹും റാജിലാ, അവർ നടന്നു പോകേണ്ടവരല്ല. ഈ പരലോക വിചാരണയുടെ നാളില് അവർ നടന്നു പോകേണ്ടവരല്ല, കാൽനടയായി പോകേണ്ടവരല്ല. അതുകൊണ്ട് മലക്കുകളെ അവരെ നിങ്ങൾ മുന്തിയ തരം വാഹനങ്ങൾ കൊണ്ടുവരുമോ, നല്ല മനോഹരമായ വാഹനങ്ങൾ കൊണ്ടുവന്നിട്ട് ആ വാഹനപ്പുറത്ത് നിങ്ങൾ അവരെ കയറ്റി നിർത്തൂ, ആ വാഹനപ്പുറത്ത് നിങ്ങൾ അവരെ കയറ്റിയിരുത്തൂ. മുഹമ്മദ് മുസ്തഫ. അല്ലാഹു മലക്കുകളോട് പറയും, നല്ല മുന്തിയതരം വാഹനമാക്കി നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അവരെ അതിന്റെ പുറത്ത് കയറ്റി നിർത്തൂ. കാരണം ദുനിയാവിൽ അവർ മനോഹരമായ വാഹനങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ളവരാണ്. ഓരോരുത്തരുടെ ആസ്തി അനുസരിച്ചുള്ള വാഹനങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടല്ലോ. ഇന്ന് വാഹനമില്ലാത്തതാരാണ്? വാഹനമില്ലാത്തത് ഏത് വീടാണ്? അല്ലാഹു പറയാണ്, മനോഹരമായ വാഹനങ്ങൾ കൊണ്ടുവരൂ, ഇവർ നടന്നു പോകേണ്ടവരല്ല. ലാ തുംസൂനഹും റാജിലാ, ഇവരെ നടത്തിക്കൊണ്ടു പോകല്ല മലക്കുകളെ. കാരണം ദുനിയാവിലെന്നല്ല, അവരധികം ഞാൻ നടത്തിയിട്ടില്ല. ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടുതൽ അവർ നടന്നിട്ടില്ല. വാപ്പയുടെ മുതുകിൽ അവരായിരുന്നപ്പോൾ, ശേഷം ഉമ്മയുടെ ഗർഭാശയത്തിൽ അവർ വന്നപ്പോൾ, ശേഷം ദുനിയാവിൽ ജനിച്ചപ്പോഴും ഉമ്മയുടെ മടിത്തട്ടിലോ വാപ്പയുടെ പിരടിയിലുമൊക്കെയായിട്ടാണ് അവർ ജനിച്ചു വളർന്നത്. വളരെ കുറച്ചു നാളുകൾ മാത്രമാണ് ദുനിയാവിൽ അവർ നടന്നിട്ടുള്ളത്. അതും അവർ നല്ല വാഹനങ്ങളിൽ സഞ്ചരിച്ചു
ജീവിച്ചിട്ടുള്ളവരാൾ. അവർ മരിച്ചപ്പോഴോ മയ്യത്ത് കട്ടിലാകുന്ന ഒരു വാഹനത്തിലാണ് അവരെ കിടത്തിക്കൊണ്ടുപോയത്. ആ മയ്യത്ത് കട്ടിലിൽ കയറാത്തവരാരെങ്കിലും ഉണ്ടോ? കുല്ലുബ്നി ഉൻസാവയിൻ താലത്ത് സലാമത്തുഹു യൗമൻ അലാ ആലത്തിൻ ഹദ്ബാ മഅമൂലു. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു പാടിയതാണ്. ഉമ്മ പെറ്റ മുഴുവൻ മക്കളോ എല്ലാ ആളുകളോ മയ്യത്ത് കട്ടിലാകുന്ന വാഹനത്തിൽ കയറിയേ പറ്റൂ. അങ്ങനെ അവർ മരിച്ചപ്പോഴും വാഹനത്തിലാണ് ഖബറിലേക്ക് വന്നത്. ശേഷം ഇതാ പരലോക വിചാരണയുടെ നാളിൽ അവർ വരുമ്പോ ഇനിയും അവരെ നടത്തണ്ട. കാരണം അവർ എന്റെ മാർഗത്തിൽ ഉദ്ഹിയ്യത്ത് കൊടുത്തവരാ. അതുകൊണ്ട് മലക്കുകളെ ദുനിയാവിൽ അവർ വാഹനങ്ങൾ ഉപയോഗിച്ചു ജീവിച്ചതുപോലെ നടത്തല്ലേ, അവരെ നടത്തണ്ട. ഖദ്ദിമൂ മലക്കുകളെ ഖദ്ദിമൂ നജാഇബഹും, നല്ല മുന്തിയതരം വാഹനങ്ങൾ കൊണ്ടുവരൂ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ മുന്തിയതരം വാഹനമെന്ന് പറഞ്ഞാൽ വഹിയൽ അദ്ഹിയ, അവർ ഉദ്ഹിയ്യത്ത് കൊടുത്ത മൃഗങ്ങളാണെന്ന് മുഹമ്മദ് മുസ്തഫ. ദുൽഹിജ്ജ മാസത്തിൽ പെരുന്നാളിന്റെ അന്നോ തൊട്ടടുത്ത ദിവസങ്ങളിലോ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉദ്ഹിയ്യത്ത് കൊടുത്തവർക്ക് ആഖിറത്തിൽ അല്ലാഹ് നടത്തൂല. അവർക്ക് സഞ്ചരിക്കാൻ പ്രത്യേകതരം വാഹനങ്ങൾ അല്ലാഹു സംവിധാനിക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ദുൽഹിജ്ജ മാസത്തിന്റെ അമലുകൾക്ക് മുഴുവനും ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് സൽക്കാരങ്ങൾ. അത് ഹറമിലെത്തുന്നവർക്കല്ല, ഇവിടെ ഉദ്ഹിയ്യത്ത് കൊടുത്താലും പരലോകത്തെത്തിയാൽ അവിടെയും സൽക്കാരമാണ്, വലിയ മഹത്വമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തവണ അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ച റബ്ബേ, നിന്റെ മാർഗത്തിൽ അറുത്തു കൊടുക്കുന്നതിന് വലിയ പ്രതിഫലമാണല്ലോ, എന്താണ് അല്ലാഹ് അതിന്റെ ശ്രേഷ്ഠതയെന്ന് ദാവൂദ് നബി അല്ലാഹുവിനോട് ചോദിച്ചപ്പോ പഠിപ്പിക്കുന്നതാരാണ്? മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് മറുപടി പറഞ്ഞു, അന്നല്ലാഹയ ഹിയൽ മതായ വഅന്നല്ലാഹയ തംഹുൽ ഖതായ വഅന്നല്ലാഹയ തദ്ഫഉൽ ബലായ അന്നല്ലാഹയ ഉദ്ഹിയ്യത്ത് കൊടുത്തോ ഹിയൽ മതായ, അത് നിങ്ങൾക്ക് പരലോക നാളിൽ സഞ്ചരിക്കാനുള്ള വാഹനമാണെന്ന് മുഹമ്മദ് മുസ്തഫ. വാഹനം. അതുകൊണ്ടല്ലേ മറ്റൊരു ഹദീസിലെ നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ ഉദ്ഹിയ്യത്ത് കൊടുത്ത മൃഗോ നിങ്ങളെ സിറാത്ത് പാലത്തിലൂടെ അപ്പുറം കടത്താൻ വാഹനമായി സിറാത്തിന്റെ ചാരത്തുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ദാവൂദ് നബിയുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു, വഅന്നല്ലാഹയ തംഹുൽ ഖതായ, ഉദ്ഹിയ്യത്ത് കൊടുത്താൽ നിങ്ങൾ ചെയ്തു പോയ മുഴുവൻ ദോഷങ്ങളും പാപങ്ങളും അല്ലാഹയായ ഞാൻ പുറത്തു തരാം, നിങ്ങളെ പാപങ്ങൾ ഞാൻ പുറത്തു മാപ്പ് നൽകാം. വഅന്നല്ലാഹയ തദ്ഫഉൽ ബലായ, നിങ്ങൾ എന്റെ ഖലീലുള്ളാഹിന്റെ സുന്നത്തായ ഉദ്ഹിയ്യത്ത് നിങ്ങൾ അറുത്തു കൊടുത്താൽ തദ്ഫഉൽ ബലായ, നിങ്ങളെ പിടികൂടാനിരിക്കുന്ന സകല വിപത്തുകളും ബലാവുകളും പരീക്ഷണങ്ങളും അല്ലാഹയായ ഞാൻ തട്ടിമാറ്റിത്തരാം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അല്ലാഹു ജല്ല ജലാലു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആകയാൽ ചുരുക്കം പറഞ്ഞതിന്റെ നതീജ, ദുൽഹിജ്ജ് പിറക്കാൻ പോകുന്നു. ലോകത്തിന്റെ ദിക്കുകളിൽ നിന്നും ഹാജിമാർ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് എന്ന് ചൊല്ലി ഇതാ ഹറമുകളിൽ പോകാൻ യാത്ര തുടങ്ങുകയാണ്. വലിയ സൽക്കാരമാണ് അല്ലാഹു അവിടെ വെച്ചിട്ടുള്ളത് ഇവർക്ക്.
അത് അവിടെ മാത്രമല്ല, ദുൽഹിജ്ജുമായി ബന്ധപ്പെട്ട ഏത് അമല്, ഉദ്ഹിയത്തടക്കമുള്ള ഏത് കർമ്മം ചെയ്താലും അല്ലാഹു വലിയ വലിയ പ്രതിഫലമാണ് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകുക. അല്ലാഹു തൗഫീഖ്.